പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ച് ആഗോള സഭ. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഇന്ന് ഒരേ മനസ്സോടെ പുതിയൊരു പെന്തക്കോസ്ത അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന അഭിഷേകത്തിന്റെ സുദിനം. ലോകത്തിലെ വിവിധ ദൈവാലയങ്ങളിൽ പ്രാർത്ഥനാപൂർവം ഈ ദിനം ആചരിക്കുമ്പോൾ റോമിലെ സാന്താ മരിയ ആദ് മാർട്ടേഴ്സ അല്ലെങ്കിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സകല രക്തസാക്ഷികളുടെയും ദൈവാലയമായ റോമിലെ പന്തയോൺ ബസിലിക്കയിൽ നിന്നുള്ള പെന്തക്കോസ്ത തിരുനാൾ അനുഭവങ്ങൾ കാണാം. പാന്തയോൺ എന്ന ഈ ദേവാലയം 2-ാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ടിരുന്നത് എല്ലാ ദൈവങ്ങളുടെയും ആരാധനാലയം എന്നാണ്. ഒരു കാലത്ത് ക്ഷേത്രമായിരുന്ന പാന്തയോൺ കാലാന്തരത്തിൽ പരിശുദ്ധ അമ്മയുടെയും സകല രക്തസാക്ഷികളുടെയും നാമത്തിലുള്ള ദേവാലയമായി പരിണമിക്കുകയായിരുന്നു. പുരാതന റോമൻ കെട്ടിടങ്ങളിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്ന ഒരു കെട്ടിടം കൂടിയാണ് പാന്തയോൺ. BC 25-നും 27-നും ഇടയിൽ അഗ്രിപ്പയാണ് ഇത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഹാഡ്രിയാൻ ചക്രവർത്തിയുടെ കാലത്ത് AD 118-നും 128-നും ഇടയിലാണ് നിർമ്മാണം പൂർത്തിയായത്. ഇപ്പോൾ നമ്മളുള്ളത് റോമിലെ പന്തയോൺ പരിശുദ്ധ അമ്മയുടെയും രക്തസാക്ഷികളുടെയും ബസിലിക്കയുടെ തൊട്ടു മുന്നിലാണ് ഉള്ളത്. ഇന്നിവിടെ പെന്തക്കോസ്ത തിരുനാളിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേകരാണ് ഈ ദേവാലയത്തിലേക്ക്, ഈ ബസിലിക്കയിലേക്ക് പത്തരയുടെ വിശുദ്ധ ബലി പങ്കെടുക്കുവാനായിട്ടും അതിനുശേഷമുള്ള തിരുക്കർമ്മങ്ങളിലേക്കൊക്കെ പങ്കെടുക്കുവാനുമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇത് ഒരു റോമിലുള്ള എല്ലാ ദൈവങ്ങളെയും ആരാധിക്കുന്ന ഒരു ടെമ്പിൾ ആയിരുന്നു പന്തയോൺ എന്ന് പറയുന്നത്. അതിനുശേഷം AD 600-കൾക്ക് ശേഷമാണ് ഇത് ഒരു ക്രൈസ്തവ ദേവാലയമായി, ഒരു ബസിലിക്കയായിട്ട് ഉയർത്തപ്പെടുകയും പരിശുദ്ധ ദേവമാതാവിന്റെ രക്തസാക്ഷികളുടെ മധ്യസ്ഥതയിലുള്ള ഒരു ബസിലിക്കയായിട്ട് ഇത് മാറുകയും ചെയ്തു. ഇവിടെ പാരമ്പര്യമായിട്ട് എല്ലാ പെന്തക്കോസ്ത തിരുനാളില് രാവിലെ ഇറ്റാലിയൻ സമയം 10:00 വിശുദ്ധ ബലിയും അതിനുശേഷം ഇറ്റാലിയൻ സമയം 12 മണിക്ക് ഇതിലെ ഡോമില് പള്ളിയുടെ മുകൾ ഭാഗത്ത് ഒരു തുറന്ന കണ്ണുകൾ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ഇറ്റാലിയൻ റോമിലെ അഗ്നിരക്ഷാ ശമന സേനയുടെ സൈനികര് റോസപ്പൂക്കൾ, ചുവന്ന റോസാ പുഷ്പങ്ങളുടെ ഇതളങ്ങൾ മുകളിൽ നിന്ന് വർഷിക്കപ്പെടുന്ന വലിയൊരു ചടങ്ങിനാണ് അനേകർ സാക്ഷികൾ വഹിക്കുവാനായിട്ട് റോമിലും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെഹിയോൻ മാളികയിൽ കൂടിയിരുന്ന പരിശുദ്ധ അമ്മയുടെയും അപ്പസ്തോലന്മാരുടെയും മേല് തീനാളങ്ങളുടെ രൂപത്തില് പരിശുദ്ധാത്മാവ് വന്നിറങ്ങിയതിന്റെ ഓർമ്മ ആചരിക്കുന്ന ഈ പെന്തക്കോസ്ത ദിനത്തില് ചുവന്ന റോസാ പുഷ്പങ്ങളുടെ ഇതളങ്ങൾ വർഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന ഒരു വലിയൊരു ചടങ്ങിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുവാനായിട്ട് പോകുന്നത്. അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള ശില്പ വൈവിധ്യമാണ് പാന്തയോണിനുള്ളത്. വൃത്താകൃതിയിലുള്ള ദൈവാലയം. മറ്റൊരു പ്രത്യേകത പാന്തയോണിന് ജനാലകൾ ഇല്ല എന്നതാണ്. മേൽക്കൂരയിലുള്ള 7.8 മീറ്റർ വ്യാസമുള്ള ദ്വാരം ഒക്കുലമാണ് ദൈവാലയത്തിലേക്കുള്ള ഏക പ്രകാശ സ്രോതസ്. ഈ ദ്വാരത്തിലൂടെയാണ് പെന്തക്കോസ്ത തിരുനാൾ ദിനത്തിൽ റോസാദളങ്ങൾ വർഷിക്കുന്നത്. ഓക്കുലത്തിനും വാതിലുകളോ ജനലുകളോ ഇല്ല. മഴ പെയ്യുമ്പോൾ വെള്ളം ഇതിലൂടെ പെയ്യാറുണ്ട്. എന്നാൽ തറ ചെരിഞ്ഞാണ് പണിതിരിക്കുന്നത്. തന്മൂലം വെള്ളം തറയിൽ പതിക്കുമ്പോൾ തന്നെ അത് ഒഴുകിപ്പോകുന്നു. അതിശയകരമെന്ന് പറയട്ടെ, സാധാരണയായി വെള്ളം ഈ ദ്വാരത്തിനുള്ളിലേക്ക് കടക്കാറില്ല. 142 അടി വിസ്തീർണത്തിലും 71 അടി ഉയരത്തിലുമാണ് ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത്. പന്തയോൺ ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് അകത്തേക്ക് റോസാദളങ്ങൾ വർഷിക്കുന്ന ചടങ്ങാണ് പെന്തക്കോസ്ത ദിനത്തെ ഇവിടുത്തെ വ്യത്യസ്തവും ശ്രദ്ധേയവുമാക്കുന്നത്. ഇക്കാരണത്താൽ റോസ് സൺഡേ എന്നുകൂടി റോമിലെ പെന്തക്കോസ്ത തിരുനാൾ അറിയപ്പെടുന്നു. സെഹിയനൂട്ടുശാലയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ശ്ലീഹന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന നിമിഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ടാണ് മേൽക്കൂരയിൽ നിന്ന് ദൈവാലയത്തിലേക്ക് റോസാദളങ്ങൾ വർഷിക്കുന്നത്. പെന്തക്കോസ്ത ദിനത്തിലെ വിശുദ്ധ കുർബാനയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് റോസാ പുഷ്പവൃഷ്ടി നടത്തുന്നത്. ഈ ദിവസത്തെ തിരുക്കർമ്മങ്ങളിൽ വൈദികർ ധരിക്കുന്ന തിരുവസ്ത്രങ്ങളുടെ നിറവും റോസാണ്. അതിൽ നിന്നുകൂടിയാണ്
പാസ്റ്ററോ എന്ന ഇറ്റാലിയൻ പദം രൂപപ്പെട്ടത്. AD 650 മുതൽ സഭയുടെ ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടു പോന്നിരുന്ന ചടങ്ങായിരുന്നു പെന്തക്കോസ്താ ദിവസം റോസാ പുഷ്പങ്ങളുടെ വൃഷ്ടിയെങ്കിലും ഇടയ്ക്കെപ്പോഴോ ഇത് നിർത്തലാക്കിയിരുന്നു. പിന്നീട് 1995 മുതൽക്കാണ് ഈ ആചാരം ഔദ്യോഗികമായി പുനർജീവിക്കപ്പെട്ടത്. അഗ്നിസേനാ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ദേവാലയത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് റോസാദളങ്ങൾ അകത്തേക്ക് വർഷിക്കുന്നത്. മേൽക്കൂരയുടെ വിവിധ വശങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ തങ്ങളുടെ പൂക്കുടയിൽ നിന്ന് റോസാദളങ്ങൾ താഴേക്ക് വിതറുന്നു. ഇപ്രകാരം വർഷിക്കപ്പെടുന്ന ഓരോ റോസാദളങ്ങളും പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ നവ്യാനുഭവമാണ് വിശ്വാസികൾക്ക് സമ്മാനിക്കുന്നത്. പന്തക്കോസ്ത തിരുനാൾ ദിനമായ ഇന്നും പന്തയോൺ ബസിലിക്കയിൽ പന്തക്കോസ്ത തിരുനാൾ ദിവ്യബലി നടന്നു. നൂറുകണക്കിന് വിശ്വാസികളാണ് വ്യത്യസ്തമായ ഈ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.